ഇന്ത്യ ഗേറ്റിനടുത്ത് നിൽക്കുകയാണോ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങളിന്ന് പാരീസിലാണ്. ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ സിറ്റി ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും വശീകരിക്കുന്ന മനോഹരമായ നിർമ്മിതിയും പൗരാണിക കാഴ്ചകളും നിറഞ്ഞ ഒരു നഗരമാണ് പാരീസ്. ഞങ്ങളെയും കൊണ്ട് എല്ലായിടത്തും പോകുന്ന ബസ്സാണ് ഈ കാണുന്നത്. പാരീസിൻ്റെ ഭംഗി വാക്കുകളാൽ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. ഓറഞ്ച്, യെല്ലോ, റെഡ്, ഗ്രീൻ ഈ കളറിലൊക്കെ നിൽക്കുന്ന ഇലകളോടുകൂടിയ മരങ്ങൾ, പൗരാണിക ആഠ്യത്വം വിളിച്ചോതുന്ന കെട്ടിടങ്ങൾ, ക്ലീനായി കിടക്കുന്ന വീതിയേറിയ വീഥികൾ, നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ജനങ്ങൾ, എല്ലാം കൊണ്ടും പാരീസ് ഒരു സുന്ദര നഗരം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും പ്രശസ്തമായ ഒരു വളവിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഷോങ്സ് എലീസിസ് എന്ന പ്രശസ്തമായ വീതിയിൽ സ്ഥിതി ചെയ്യുന്ന ആർക്ക് ഓഫ് ട്രയംസ് കാണാൻ പോവുകയാണ്. ഇത് നെപ്പോളിയൻ ബോണപ്പാർട്ട് പണിയിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഇത് പാരീസിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലേസ് ഡി ലാ കോൺകോർഡ് എന്ന് പറയുന്ന സ്ക്വയറാണ്, അല്ലെങ്കിൽ ഏകത്വത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നു. 1772 പണി കഴിപ്പിച്ചതാണ്. ലെക്സോർ ഒബെലിസിസ് എന്ന 3000 വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ സ്തംഭം, നല്ല ഫൗണ്ടനുകൾ, ലൈറ്റുകൾ ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ആർക്ക് ഡി ട്രംഫ് ഫ്രാൻസിൻ്റെ സൈനിക വിജയത്തിൻ്റെ ഒരു പ്രതീകമാണ്. 1806 ഓഗസ്റ്റ് 15 നെപ്പോളിയൻ്റെ ജന്മദിനത്തിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. എന്നാൽ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പുരാതന റോമൻ ആർച്ച് ഓഫ് ടൈറ്റിൽസ് നിന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അജ്ഞാതനായ ഒരു സൈനികൻ്റെ ശവകുടീരം ഇതിനടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇത് ചുണ്ണാമ്പ് കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് 284 പടികൾ കയറണം. ഇതിൻ്റെ ഉയരം 162 അടിയും വീതി 150 അടിയുമാണ്. ഏകദേശം 30 വർഷത്തോളം നീണ്ട നിർമ്മാണത്തിന് ശേഷമാണ് 1836 ഇത് പൂർത്തിയായത്. 1920 മുതൽ ഇവിടെ ഒരു മെമ്മോറിയൽ ജ്വാല കത്തിക്കുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ചുറ്റുപാടുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ മനോഹരമാണ്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ കുറേ പേര് നിൽപ്പുണ്ട്. അവരുടെ വലിപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക എന്തുമാത്രം വലുതാണ് ഈ ആർക്ക് ഡി ട്രയംഫ് എന്ന്. ഇതിൻ്റെ മേലെ തട്ടിൽ ഒരു മ്യൂസിയവുമുണ്ട്. 12 സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകൾ ഇതിൻ്റെ അടുത്തേക്ക് വന്ന് ചേരുന്നുണ്ട്. 4 വലിയ കലാഭംഗിയുള്ള ശില്പങ്ങൾ 2 വശത്തായി നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഭിത്തിയിൽ കുറേ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തുള്ള സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയാൽ അജ്ഞാത സോൾജറിൻ്റെ സ്മാരകം നമുക്ക് കാണാവുന്നതാണ്. മഴയില്ല എങ്കിൽ രാവിലെയും വൈകുന്നേരവും സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇത്. പാരീസ് സന്ദർശിക്കുന്ന എല്ലാ സന്ദർശകരും ഇവിടം സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. മഴയാണെങ്കിലും ഇറങ്ങി നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. ഞങ്ങളുടെ കൂടെ എത്തിയവർ പലരും ഇറങ്ങാൻ മടി കാണിച്ചു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സെയിൻ നദിയെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ വരുന്നു. അപ്പോൾ താങ്ക് യു.